ഓം ശാന്തി. രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്, പ്രാപ്തികൾ, നമുക്ക് മെഡിറ്റേഷനിലൂടെ എന്താണ് പ്രാപ്തി, അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ മനസ്സിലാക്കി ആത്മബോധത്തിലിരുന്നുകൊണ്ട് സർവശക്തിവാനെ ഓർമ്മിക്കുന്ന ഓർമ്മയുടെ യാത്രയാണ് ധ്യാനം. ഓർമ്മയുടെ യാത്ര നമ്മൾ വിധിപൂർവം ചെയ്യുമ്പോൾ, സർവശക്തിവാനെ ഓർമ്മിക്കുമ്പോൾ ആ ഈശ്വരീയ ശക്തികളാണ് നമുക്ക് വൈബ്രേഷൻസ് ആയിട്ട് ഫീൽ ചെയ്യുക. അഥവാ ആത്മാവിൽ നിറയുന്നത് ആ തരംഗങ്ങളാണ്, വൈബ്രേഷൻസ് ആണ്. അപ്പം ആ ശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോൾ ഈ പരമാത്മശക്തി നമുക്ക് നമ്മുടെ ഉള്ളിൽ ആത്മാവിലത് ഏത് തരത്തിൽ നമുക്ക് ബലം നിറയ്ക്കും, ശക്തി പകർന്നു തരും. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീവിതത്തിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നവരെയുള്ള നമ്മുടെ ദിനചര്യ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ദിനചര്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ള ഓരോ ടെസ്റ്റ് പേപ്പറും, അതായത് നമുക്കുള്ള ഓരോ പരീക്ഷണങ്ങളും പരീക്ഷകളും ശക്തികളുടെ പേപ്പറാണ്. ശരിക്കും നോക്കിക്കൊള്ളൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് രാവിലെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ചില കാര്യമൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും, ചിലതൊക്കെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും, ചില കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ ഒതുക്കേണ്ടി വരും അല്ലേ? ചിലരുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും, സഹകരിച്ച് പോകേണ്ടി വരും. ചില സമയത്ത് ശരിയായ തീരുമാനം നമുക്ക് എടുക്കേണ്ടി വരും, ചില സമയത്ത് കാര്യങ്ങളെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മീൻസ് നമ്മൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ സഹിക്കാനുള്ള ശക്തി, സഹകരിക്കാനുള്ള ശക്തി, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി, തിരിച്ചറിയാനുള്ള ശക്തി, തീരുമാനം എടുക്കാനുള്ള ശക്തി, മീൻസ് പവേഴ്സാണ് നമുക്ക് വേണ്ട, ശക്തികളാണ് നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗപ്പെടുന്നത്. അപ്പൊ ഈ പവേഴ്സിൽ ഏതിന്റെ കുറവുണ്ടോ? ഉദാഹരണമായിട്ട് സഹിക്കേണ്ട സ്ഥലത്ത് നമുക്കത് സഹിക്കാൻ പറ്റിയില്ല, പകരം നമ്മൾ ഉടനെ റിയാക്ട് ചെയ്തു. അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശിഥിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, വൈഫിന് അതിനെ ഉള്ളിൽ ഒതുക്കാൻ പറ്റിയില്ല, അതിനല്ലെങ്കിൽ കേട്ടിട്ട് അതിനെ സഹിക്കാൻ പറ്റിയില്ല, ഉടനെ റിയാക്ട് ചെയ്തു, മറുപടി പറഞ്ഞു. ഓൺ ദ സ്പോട്ട് മറുപടി പറയുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മൾ പറയില്ലേ, ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മളും തിരിച്ച് ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉറക്കെ ഒരാളെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മളും തിരിച്ച് ശബ്ദിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കണേ? ആ സമയത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഓട്ടോമാറ്റിക്കലി പിന്നീട് അതൊരു കുടുംബ കലഹമായിട്ട് മാറണം നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര വീടുകളിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ട് വേർപാട്, ആ വേർപാടിന്റെ വേദന കൂടുതലും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലെ? പലപ്പോഴും നമുക്കറിയാം, ഈവൻ കുട്ടികളെ കാണണമെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് കോടതി മുഖാന്തരം കുട്ടികളെ ഒരു നോക്ക് കാണാൻ പോകേണ്ടി വരുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണേ. കാരണം വിവാഹങ്ങൾ എത്ര സ്പീഡിൽ നടക്കണോ അതിനേക്കാളും സ്പീഡിൽ വിവാഹമോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഈ ശക്തികളുടെ ആ ദുർബലതയാണ്, കുറവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് റിലേഷൻഷിപ്പിൽ ഇത്രയും ഗ്യാപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടും കുടുംബങ്ങളും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു, വൈഫും ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ ഇത്രയും ഡൈവോഴ്സുകൾ, വിവാഹമോചനങ്ങൾ, ഇത്രയും കുടുംബ കലഹങ്ങൾ, പ്രശ്നങ്ങൾ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലല്ലോ. ഈവൻ നമ്മുടെ തന്നെ മാതാപിതാക്കൾ പറയില്ലേ, ഞങ്ങൾ എത്ര കുട്ടികളെ 5, 6, 7, 8, 9, 10 മക്കൾ വരെ ഓരോ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ അത്രയും വരുമാനവും അത്രയും സാധ്യതകളും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതിലും കുറച്ചും കൂടെ കുറവായിരുന്നു. എന്നിട്ടും അതുപോലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതികൾ, 8, 10 ഫാമിലീസ് ഒരുമിച്ച് ഒരു കൂരയ്ക്കുള്ളിൽ ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലും എല്ലാവരും ജീവിച്ചിരുന്നു, ഫാമിലി ജീവിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാകുന്ന ബന്ധങ്ങളെ തന്നെ വേർപെടുത്തുന്ന തരത്തിലൊരു ഘട്ടത്തിലേക്ക് വന്നിരുന്നില്ല. ഇന്നാണ് നമ്മൾ അത് അധികം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? പ്രസന്റ് ഡേ സിറ്റുവേഷൻസ് നമ്മൾ നോക്കുമ്പോൾ പേപ്പറിലൊക്കെ നിങ്ങൾ ഡെയിലി വായിക്കുന്നുണ്ടാവും, TV കാണുന്നുണ്ടാവും ന്യൂസുകൾ. അപ്പൊ അതിൽ നമ്മൾ എന്താ റിയലൈസ് ചെയ്യേണ്ടത്?
പണ്ടും കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ റിലേഷൻഷിപ്പ് അന്നും ഇന്നും അത് തന്നെ. ഹസ്ബൻഡ് തന്നെയാണ്, വൈഫ് തന്നെയാണ്. പ്രോബ്ലംസ് ഇതേപോലെയുള്ളത് പണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. പ്രോബ്ലംസ് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ബന്ധങ്ങൾ ഇന്നും അന്നും അത് തന്നെയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടെന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആന്തരിക ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്നർ പവർ കുറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് ലെവല് ഉയരുകയാണ്, നമ്മുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. അത് കാരണം നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തിയില്ല, സഹിക്കാനുള്ള പവർ ഇല്ല. ആ സഹിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. ആ ദേഷ്യം വരുന്നത് മാനുഷിക സ്വഭാവമാണ്. പക്ഷെ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ, അതിന് സഹിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ക്വാളിറ്റിയാണ്. അതിന് ആത്മീയ ബലം വേണം. ദേഷ്യപ്പെടാൻ ശക്തി ആവശ്യമില്ല. ദേഷ്യപ്പെടാൻ എന്നത് ദുർബലതയാണ് നമ്മുടെ. അതേസമയം ക്ഷമിക്കണമെങ്കിൽ, സഹിക്കണമെങ്കിൽ നമ്മളുടെ ഡിവൈൻ പവർ അവിടെ പ്രവർത്തിക്കണം. ആത്മീയ ബലം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അന്തരം. രാജയോഗ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, നിരന്തരം അഭ്യസിക്കുകയാണെങ്കിൽ, നമ്മുടെ ഡെയിലി ദിനചര്യയുടെ ഭാഗമാക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ, പരമാത്മ ശക്തി നമ്മുടെ ഉള്ളിലെ സഹനശക്തിയെ വർദ്ധിപ്പിക്കും. ഇത്രയും സഹനശക്തി നമുക്ക് വർദ്ധിക്കുന്നത്, അതായത് എല്ലാ ശക്തികളും ഏതേത് സമയത്ത് നമുക്ക് ഏത് കാര്യങ്ങളിൽ ഏത് ശക്തി വേണോ, കേവലം സഹനശക്തിയല്ല, ഏത് സമയത്ത് നമുക്ക് ഏത് കാര്യത്തിന് ഏത് ശക്തിയുടെ ആവശ്യമുണ്ടോ, ആത്മശക്തി, ആത്മബലം, പരമാത്മാവിൽ നിന്ന് ആത്മാവിൽ നിറയുന്ന ശക്തി, ഏത് സമയത്ത് ഏത് കാര്യത്തിൽ എങ്ങനെയുള്ള ശക്തിയുടെ ഉപയോഗമുണ്ടോ ആ സമയത്ത് ആ ശക്തിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് മെഡിറ്റേഷന്റെ ഏറ്റവും വലിയ പ്രാപ്തി. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ മരങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീസൺ ആവുമ്പോൾ മാവ് മരത്തിലെല്ലാം നിറച്ച് മാങ്ങ നിറഞ്ഞു നിൽക്കും. അവയെല്ലാം പഴുത്തു കഴിയുമ്പോൾ ചുറ്റുപാടും പോയിട്ട് എല്ലാവരും എന്ത് ചെയ്യും? ചെറിയവരും വലിയവരും എല്ലാം മാവിൽ കല്ലെറിയും. അപ്പൊ മാവ് തിരിച്ച് നമുക്ക് എന്താ തരിക? മധുരമുള്ള മാമ്പഴമാണ് അല്ലെ. അപ്പൊ അങ്ങോട്ട് കല്ലെറിഞ്ഞിട്ടും തിരിച്ച് മാവ് നമുക്ക് തരുന്നത് മാധുര്യമാണ്. കല്ലുകൊണ്ട് വേദന കൊടുത്തു, ദുഃഖം കൊടുത്തു, പക്ഷെ എന്നിട്ടും മാവ് മാധുര്യം തിരിച്ചു തരാ അല്ലെ, മാമ്പഴം തരാ. അപ്പൊ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മാവെന്ന് പറയുന്ന ആ വൃക്ഷം, ആ വൃക്ഷത്തിന്, അത് മനുഷ്യനല്ലല്ലോ, ഒരു മരമാണ്. അപ്പൊ ഒരു മരത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല. മരത്തിന് മനസ്സും ബുദ്ധിയൊന്നും ഇല്ല. മനസ്സും ബുദ്ധിയും സംസ്കാരമുള്ള ചേതനയല്ലല്ലോ മരം. എന്നിട്ട് പോലും മനസ്സും ബുദ്ധിയും സംസ്കാരവും വിവേചന ശക്തിയും ചിന്താശക്തിയും ഉള്ളത് മനുഷ്യനാണ്. ആ ചിന്താശക്തിയുള്ള മനുഷ്യന് അങ്ങോട്ട് വേദന കൊടുത്തിട്ടും ആ വിവേചന ശക്തിയോ ചിന്താശക്തിയോ ഇല്ലാത്ത ഒരു മരത്തിന് മനുഷ്യന് തിരിച്ച് മാധുര്യം തരാൻ കഴിയുന്നുണ്ട്. അതാണ് സഹനശക്തിയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയണം. അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടും ഇങ്ങോട്ട് ഉപകാരം ചെയ്യാൻ, അപകാരിക്കും ഉപകാരം ചെയ്യാനുള്ള ശക്തി, അത്രയും സഹിക്കാനുള്ള ശക്തി നമുക്ക് ആ പ്രകൃതിയിലെ ഒരു മരം പോലും മനുഷ്യനെ പഠിപ്പിക്കുക. അപകാരിക്കും ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിയും. അത്രയും സഹിക്കാനുള്ള ശക്തി അതിലുണ്ട്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കൂ, എനിക്ക് എത്രത്തോളം സഹിക്കാൻ, ഇങ്ങോട്ട് ദുഃഖം തരുമ്പോഴും ഇങ്ങോട്ട് കല്ലുകൾ തരുമ്പോഴും ഇങ്ങോട്ട് അമ്പു പോലെ അല്ലെങ്കിൽ കല്ല് പോലെയുള്ള വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ, എൻ്റെ അടുത്ത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ തിരിച്ച് ഞാനെന്താ കൊടുത്തുകൊണ്ടിരിക്കണം? കാരണം ഞാൻ മനുഷ്യനാണ്. എന്നിൽ മനസ്സും ബുദ്ധിയും സംസ്കാരമുണ്ട്, വിവേചന ശക്തിയുണ്ട്. എനിക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് നമ്മുടെ വാക്കുകളുടെയും നമ്മുടെ ഈ പെരുമാറ്റത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. എൻ്റെ വാക്കുകൾ, എൻ്റെ കർമ്മ, എൻ്റെ പെരുമാറ്റം എൻ്റെ നിയന്ത്രണത്തിലാണ്. എനിക്കതിനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാം. അപ്പൊ ദേഷ്യപ്പെടുന്ന ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ അപമര്യാദയായിട്ട് പെരുമാറി, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി, അങ്ങനെയുള്ള സിറ്റുവേഷൻ എൻ്റെ മുന്നിൽ വന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് ദ്രോഹം ഉണ്ടായി. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം? എൻ്റെ ബിഹേവിയർ എൻ്റെ കയ്യിലാണ്. പക്ഷെ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവം തന്നിട്ടും തിരിച്ച് ഇങ്ങോട്ട് ഈ രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടും തിരിച്ച് അവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണമെങ്കിൽ, മര്യാദാപൂർവം പെരുമാറണമെങ്കിൽ, ശാന്തനായിട്ട് പെരുമാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ അത്രയും സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. ആ സഹനശക്തി ഉണ്ടെങ്കിലേ എനിക്ക് ആ സിറ്റുവേഷനിൽ ഈ രീതിയിൽ പെരുമാറാൻ കഴിയുള്ളൂ. അപ്പോഴേ ബന്ധങ്ങളെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. അത് മാത്രമല്ല, ആര് നമ്മളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്തോ അവരുടെ അടുത്ത് നമുക്ക് സ്നേഹപൂർവ്വം പെരുമാറാം. അതിനെ നമ്മൾ സഹിച്ചുകൊണ്ടും, അവര് നമ്മളോട് ചെയ്ത ദ്രോഹം അല്ലെങ്കിൽ തെറ്റ്
അത് നമ്മൾ സഹിച്ചുകൊണ്ടും അവരുടെ അടുത്ത് വീണ്ടും നമ്മൾ മര്യാദാപൂർവം പെരുമാറുന്ന സമയത്താണ് അവർക്ക് റിയലൈസേഷൻ വരുള്ളൂ, ഗിൽറ്റി കോൺഷ്യസ്നെസ് ഫീൽ ചെയ്യുള്ളൂ. അല്ലെ ഹസ്ബൻഡ് 2 ചീത്ത പറഞ്ഞു, വൈഫ് തിരിച്ച് 4 ചീത്ത പറഞ്ഞു, അതിലൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും റിയലൈസേഷൻ ഉണ്ടാവില്ല. ചെയ്തു നോക്കൂ. അതേസമയം ഒരാള് വളരെ പരുഷമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ പെരുമാറി, പക്ഷെ രണ്ടാമത്തെ ആള് കേട്ടോണ്ടിരുന്ന ആള് ഹസ്ബൻഡ് പറഞ്ഞു അല്ലെങ്കിൽ വൈഫ് പറഞ്ഞു, ആ സമയത്ത് നമ്മൾ ഒരാള് ശാന്തമായിട്ടിരിക്കുകയാണ്, അതിനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യണില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ആള് തന്നെ വന്നിട്ട് നമ്മളോട് സോറി പറയും. ശരി, ഞാൻ കുറച്ചു മുമ്പ് നിന്നോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയില്ലേ, അല്ലെ നിങ്ങളോട് അങ്ങനെ ഞാൻ പെരുമാറിയില്ലേ, ക്ഷമിക്കൂ എന്ന് നമ്മളോട് വന്ന് പറയും. അതേസമയം നമ്മളെ 2 ചീത്ത പറയുമ്പോൾ നമ്മൾ തിരിച്ച് 4 ചീത്ത അങ്ങോട്ട് പറഞ്ഞാലോ, ഒരിക്കലും പറഞ്ഞ ആൾക്ക് നമ്മളോട് നമ്മളെ പറഞ്ഞു, അതായത് എന്നോട് പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത്, ആവശ്യമില്ലാതാണ് എന്നോട് പറഞ്ഞത് എന്നുള്ള ഫീലിംഗ് ഒരിക്കലും വരില്ല. അതാണ് വ്യത്യാസം. അല്ലാതെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്, അതായത് ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ എനിക്കും തിരിച്ച് അങ്ങോട്ട് ദേഷ്യപ്പെടണം, എന്നോട് ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിയാൽ തിരിച്ച് ഞാനും മോശമായിട്ട് പെരുമാറണം, അതാണ് എൻ്റെ മിടുക്ക്. ഇന്ന് നമ്മളെല്ലാവരും അങ്ങനെയാ വിചാരിക്കണം, അതാണ് എൻ്റെ കഴിവ്. ഇങ്ങോട്ട് റഫായിട്ട് പെരുമാറിയ തിരിച്ച് റഫായിട്ട് നമ്മൾ പെരുമാറണം. പണ്ട് ഗാന്ധിജിയുടെ ജീവിത ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു കരണത്തടിച്ച സമയത്ത് മറുകവിള് കാണിച്ചു കൊടുത്തു എന്നാ പറയണേ, അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഗാന്ധിജിക്ക് തിരിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണോ? അതല്ലല്ലോ. അദ്ദേഹത്തിന്റെ മഹാനതയാണ് കാണിക്കണത്, അദ്ദേഹത്തിന്റെ മഹത്വം അതാണ്. എന്നാൽ തിരിച്ച് അടുത്ത കവിള് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആദ്യത്തെ കവിളിൽ അടിച്ചത് താൻ തെറ്റാണ് ചെയ്തെന്നുള്ളത് തോന്നല് വരുള്ളൂ. അതാണ് ആ റിയലൈസേഷൻ അവിടെ നിന്നേ ഉണ്ടാകുള്ളൂ. അപ്പൊ ആ ശാന്തതയിൽ റിയലൈസേഷൻ വരും, സൈലൻസിന് റിയലൈസ് ചെയ്യിപ്പിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് സഹനശക്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളില് ശക്തികളെ ഉണർത്തും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സഹനശക്തി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും ബൈ പ്രാക്ടീസ്. പക്ഷെ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം, അതിലൂടെ മാത്രമേ നമുക്ക് ഈ ശക്തി ലഭിക്കുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഹനശക്തിയോട് ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ശക്തി. കാരണം നമ്മൾ ഏത് ഫാമിലിയിലാണോ ജനിച്ചിരിക്കണേ, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങള്, നമ്മൾ പഠിക്കുന്ന സ്കൂള്, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകര്, നമ്മുടെ ഫ്രണ്ട് സർക്കിള്, നമ്മുടെ അയൽവക്കം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ മേലെയുള്ള ബോസ്, താഴെയുള്ളവര്, നമ്മളോടൊപ്പം ഉള്ളവര്, എല്ലാവരോടൊപ്പം നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്ത് പോകണം. എല്ലാവരോടൊപ്പം ചേർന്ന് നമുക്ക് പോകണം. എല്ലാവരോടൊപ്പം നമുക്ക് ചേർന്ന് പോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വളരെയധികം കപ്പാസിറ്റി, ശക്തി നമുക്ക് വേണം, വേണ്ടേ? കാരണം എല്ലാവരും ഒരേപോലെയല്ല, ഓരോരുത്തരും യുണീക്ക് ആയിട്ടുള്ള പാർട്ട്ധാരികളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ജീവിത നാടകത്തിൽ കിട്ടിയിരിക്കുന്ന അവരവരുടെ പാർട്ടാണ്. ആത്മാവിൽ നമ്മൾ പറഞ്ഞല്ലേ, ഈ ആത്മാവിൽ എന്താണോ ഓരോരുത്തരിലെ റെക്കോർഡായിരിക്കണേ, ആ റെക്കോർഡായ പാർട്ടാണ് ഓരോരുത്തരും പ്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും അവരെന്താ അങ്ങനെ ചെയ്യണേ, ഇവരെന്താ ഇങ്ങനെ ചെയ്യണേ. പക്ഷെ വാസ്തവികത എന്താ? ജീവിതത്തിന്റെ വാസ്തവികത ഇതാണ്, ഞാൻ എന്നിലെ റെക്കോർഡിങ് എന്താണോ, ആത്മാവിൽ എന്താണോ റെക്കോർഡായിരിക്കണേ, അതാണ് ഞാൻ അഭിനയിക്കണേ. അതേപോലെ എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഏത് പാർട്ട്ധാരിയാണെങ്കിലും അവരവരുടെ പാർട്ടാണ് പ്ലേ ചെയ്യണേ. എനിക്കെന്ത് ചെയ്യണം? എൻ്റെ പാർട്ട് ബെസ്റ്റായിട്ട് അവരോടൊപ്പം പ്ലേ ചെയ്ത് പോകണം. ആര് എങ്ങനെയുള്ളവരാണെങ്കിലും എനിക്ക് അവരോടൊപ്പം ചേർന്ന് പോകണം. എങ്കിലും എനിക്ക് എൻ്റെ ഡ്രാമയില്, നാടകത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പാർട്ട് ബെറ്ററായിട്ട് പ്ലേ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ പാർട്ട്ധാരികളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തായാലും എനിക്ക് എല്ലാവരുടെയും കൂടെ പാർട്ട് പ്ലേ ചെയ്യണം. വീട് വിട്ടിട്ട് ഓടിപ്പോകാൻ പറ്റില്ല. എനിക്ക് ഈ അച്ഛനെ വേണ്ട, ഈ അമ്മയെ വേണ്ട, വേറെ അച്ഛനെ അമ്മയും തേടി പോകാൻ നമുക്ക് പറ്റില്ല. ഇല്ലെങ്കിലോ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ വൈഫ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിട്ടിട്ട് എവിടേക്കാ ഓടിപ്പോണേ? അല്ല ഈ മക്കളായതുകൊണ്ട് ആ പ്രശ്നം, ഇനി പകരം ഇനി വേറെ മക്കൾക്ക് ജന്മം കൊടുക്കുക, അത് നടക്കണ കാര്യമല്ല. ചിലർ പറയില്ലേ, ഈ ഓഫീസ് ഇവിടെ ഉണ്ട് എൻ്റെ പ്രോബ്ലം, എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവാ, അല്ലെ ട്രാൻസ്ഫർ വാങ്ങണം, എനിക്ക് വേറെ സ്ഥലത്തേക്ക് എനിക്ക് പോകണം, അവിടെ പോയാൽ ശരിയാവും. അത് മരിപ്പച്ച പോലെ മാത്രമേ ഉള്ളൂ. ഏത് ഓഫീസാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും, ഇപ്പൊ ഈ ഓഫീസ് വിട്ട് നമ്മൾ മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയാലും ഇവിടെയുള്ള ഓരോ പാർട്ട്ധാരികളുടെയും ഓരോ അതേപോലെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് സെറോക്സ് നമുക്ക് അവിടെയും കാണാം. അതുകൊണ്ട് സ്ഥലം മാറിയതുകൊണ്ട് കാര്യമില്ല, മാറേണ്ടത് ആരാണ്? ഞാനാണ്. ഈ ഓഫീസ് മാറിയതുകൊണ്ടോ ഈ സ്ഥലം മാറിയതുകൊണ്ടോ ഈ വീട് മാറിയതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറണം. ഓഫീസല്ല പ്രശ്നം,
ആൾക്കാരല്ല പ്രശ്നം, പ്രശ്നം എൻ്റെ ഉള്ളിലാണ്. ആൾക്കാർ ഏത് തരത്തിലുള്ളവരാണെങ്കിലും ഞാൻ മാറി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ, ആ ഒരു റിയലൈസേഷൻ നമുക്ക് ആദ്യം വരണം. അതാണ് ഈശ്വരീയ ജ്ഞാനത്തിലൂടെ നമുക്ക് ഭഗവാൻ നൽകുന്ന തിരിച്ചറിവ്. അതായത് സ്വപരിവർത്തനമാണ് വേണ്ടേ, സ്ഥല പരിവർത്തനമല്ല വേണ്ടേ, മറ്റുള്ളവരുടെ പരിവർത്തനമല്ല ആവശ്യം. അത് നോക്കിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സമസ്യകൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സമസ്യകൾക്ക്, എൻ്റെ പ്രോബ്ലംസിന് യഥാർത്ഥ സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാനാണ് മാറേണ്ടത്. ഏത് സാഹചര്യം വരുമ്പോഴും, എനിക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും, ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് ഉരസലുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഏതൊരു കുറവ് കൊണ്ടിങ്ങനെ സംഭവിച്ചു, ഞാൻ എന്നെ കറക്റ്റ് ചെയ്ത് പോവാ. ഓരോരുത്തരോടൊപ്പം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയണം. ഇപ്പൊ വെള്ളം ഒഴുകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, വെള്ളം ഒഴുകുന്ന പാതയിൽ അത് അതിന്റെ വഴി കണ്ടെത്തിയത് പോയിക്കൊണ്ടിരിക്കും. അത് പാറക്കെട്ടുകൾക്കുള്ളിലൂടെ എത്ര മരങ്ങൾ നിന്നാലും പാറക്കെട്ടുകൾ നിന്നാലും അതിൽ വലിയ കല്ലുകളുണ്ടെങ്കിലും ചെറിയ കല്ലുകളാണെങ്കിലും മണൽത്തരികളാണെങ്കിലും ഇതൊന്നും വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ കഴിയണില്ല. വെള്ളം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിന്റെ ഫ്ലെക്സിബിൾ നേച്ചർ ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി സൈഡ് കണ്ടെത്തി, ഓരം കണ്ടെത്തി അത് ഒഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതേപോലെ നമ്മുടെ സ്വഭാവം ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമേ കല്ല് പോലുള്ളവരാണെങ്കിലും മരം പോലുള്ളവരാണെങ്കിലും മല പോലുള്ളവരാണെങ്കിലും ഏത് തരത്തിലുള്ള ഹാർഡ് നേച്ചർ ഉള്ളവരാകട്ടെ, ഏത് തരത്തിലുള്ള സ്വഭാവ സംസ്കാരങ്ങളുള്ളവരാകട്ടെ, നമുക്ക് ആരോടൊപ്പമാണോ പാർട്ട് അഭിനയിക്കേണ്ടത്, നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ അയൽവക്കക്കാരാകട്ടെ, എല്ലാവരോടൊപ്പം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണം. എൻ്റെ ഫ്ലെക്സിബിൾ നേച്ചർ ആണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റും. ആ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാകണം. ആ ഫ്ലെക്സിബിലിറ്റി വരാൻ യോഗ അഗ്നി നമ്മളെ സഹായിക്കും. കാരണം യോഗ അഗ്നിക്ക് സമാനം. സർവശക്തിവാന്റെ ഓർമ്മ, ആ ഓർമ്മയാകുന്ന അഗ്നിക്ക് ആത്മാവിനെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മനോബലം, നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ശക്തി നിറയ്ക്കാൻ പറ്റും. സാധാരണ പറയില്ലേ, ഇരുമ്പൊക്കെ കണ്ടിട്ടേ ഹാർഡാണ് വളരെ. അപ്പൊ അതിനെ വളയ്ക്കണമെങ്കിൽ എന്താ ചെയ്യുക, അഗ്നിയിലിട്ടിട്ട് അതിന് ഫ്ലെക്സ്, അപ്പോഴേ അത് ഫ്ലെക്സിബിൾ ആയിട്ട് മാറുള്ളൂ. അതേപോലെ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളില് നമ്മുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും അനേക ജന്മങ്ങളെടുത്ത് വളരെ ഹാർഡ് അവസ്ഥയിൽ ചിലപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ആ ഹാർഡ് നേച്ചർ കാരണമാണ് നമുക്ക് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഞാനെന്തിനു അഡ്ജസ്റ്റ് ചെയ്യണം, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഇതാണ് നമ്മുടെ ചിന്ത. ഹസ്ബൻഡ് വിചാരിക്കും വൈഫ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, വൈഫ് വിചാരിക്കും ഞാൻ എന്തിനു അഡ്ജസ്റ്റ് ചെയ്യണം, ഞാനും അത്ര മോശക്കാരിയൊന്നും അല്ലല്ലോ, ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. കുട്ടികളും അതേപോലെ സഹോദരനും സഹോദരി, അല്ലെ ഓഫീസിൽ ബോസ് വിചാരിക്കും താഴെയുള്ള ജോലിക്കാർ ശരിയാവട്ടെ, അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ജോലിക്കാർ വിചാരിക്കും ഞങ്ങളുടെ ബോസ് ഒന്ന് മാറട്ടെ, ആളെന്തിനിങ്ങനെ ഇരിക്കണം, ആള് മാറിയാലെല്ലാം ശരിയാവും. അപ്പൊ ഈ രീതിയിലുള്ള ചിന്താഗതിയിൽ നമ്മൾ പോവും. അതായത് ഞാൻ അഡ്ജസ്റ്റ് ആവണം എന്നുള്ള അവബോധം നമുക്ക് വരുന്നില്ല. ആ അഡ്ജസ്റ്റ്മെന്റ് പവർ എന്നിൽ വന്നാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഓരോ സിറ്റുവേഷനിലും ഞാൻ അഡ്ജസ്റ്റ് ആകുന്ന തരത്തില് ആ ഫ്ലെക്സിബിൾ നേച്ചർ എന്നിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ പ്രോബ്ലംസ് 60 to 80% സോൾവ് ആകണമെന്ന് നമുക്ക് കാണാം. നമുക്ക് ജീവിതത്തെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം. എന്ന് ചോദിക്കും സിസ്റ്റർ, നമ്മൾ ഒരാൾ മാറിയതുകൊണ്ടൊന്നും ലോകത്തിലെ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും വീട്ടിലെ എല്ലാ പ്രോബ്ലംസും മാറില്ല. ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് വളരെയധികം മാനേജ് ചെയ്യാൻ പറ്റും. ഇന്ന് അനുഭവിക്കുന്ന ടെൻഷനും സ്ട്രെസ്സും തീർച്ചയായിട്ടും കുറയും. പണ്ടേ നമ്മളോട് പറയില്ലേ, 2 കൈയും കൂടെ കുട്ടികളല്ലേ ശബ്ദം കേൾക്കുള്ളൂ, മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു തരില്ലേ. ഇതേപോലെ നമ്മുടെ ഫാമിലി ലൈഫിൽ ഇന്ന് നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ ഫാമിലി ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ, റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് ഈ ശക്തികൾ വളരെയധികം വളരെ ഉപകാരം നമുക്ക് നൽകാം. ശക്തികളുടെ ടെസ്റ്റാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നർ വീക്കാണ്. അതുകൊണ്ടാണ് ഈ ശക്തികളുടെ അഭാവം കാരണമാണ് നമ്മുടെ ദുർബലതകൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് മെഡിറ്റേഷൻ, രാജയോഗ, ധ്യാനം, സർവശക്തിവാനായ പരമാത്മാ പിതാവിനെ ഓർമ്മിക്കുമ്പോൾ ആ ഓർമ്മയുടെ ബലം നമ്മളുടെ ഓരോ ആന്തരിക ശക്തികളെയും ഉയർത്താം. നമ്മുടെ ഇന്നർ പവേഴ്സിനെ ഉണർത്താനും അതിനെ കാര്യങ്ങളിൽ സമയാസമയങ്ങളിൽ ഏത് സമയത്ത് സഹിക്കേണ്ട സമയത്ത് സഹിക്കാനുള്ള ശക്തി, അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് ഉടനെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏത് സമയത്ത് ആ ശക്തി വേണോ സമയത്ത് അതിനെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്യുന്ന റോഡിന് കുറുക്ക് ചാടുകയാണ്. സെക്കൻഡിൽ സഡൻ ബ്രേക്ക് ഇടണം ഡ്രൈവർക്ക്, എങ്കിൽ മാത്രമേ അവിടെ ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റൂ. പക്ഷെ സഡൻ ബ്രേക്ക് ഇടാൻ കഴിയാതെ
വണ്ടി മുന്നോട്ട് പോയാൽ അപകടം സംഭവിച്ചതിന് ശേഷം ഡ്രൈവർ ആലോചിക്കുകയാണ്, എനിക്ക് സഡൻ ബ്രേക്ക് ഇടായിരുന്നു, എന്നാൽ ഈ ആക്സിഡന്റ് ഒഴിവാക്കാമായിരുന്നു. അതിലെ കാര്യമില്ലല്ലോ. അതേപോലെ നമ്മുടെ ജീവിതത്തിലും എവിടെ സഡൻ ബ്രേക്ക് ഇടണോ ഇടേണ്ടി വരും. കാരണം ജീവിതയാത്രയാ സ്മൂത്ത്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രക്കിടയിലും പലരും ക്രോസ് ചെയ്യാൻ വരും, പലരും കുറുക്ക് ചാടാൻ വരും, പല സ്ഥലങ്ങളിലും ഹമ്പുകൾ ഉണ്ടാവും. അപ്പൊ ഈ ജീവിതയാത്രയിൽ നമുക്ക് ഈ വണ്ടി, ഈ ശരീരമാകുന്ന വണ്ടിയെ ഡ്രൈവ് ചെയ്യുന്നത് ആത്മാവാകുന്ന ഡ്രൈവറാ. ഈ ഡ്രൈവർ ഈ വണ്ടിയെ ഡ്രൈവ് ചെയ്ത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ യാത്രക്കിടയിൽ ഏത് ഹമ്പ് വന്നാലും, ഏത് വ്യക്തിയോ സാഹചര്യങ്ങളോ എന്ത് തന്നെ കുറുക്ക് ചാടാൻ ശ്രമിക്കുമ്പോഴും, ആരെല്ലാം നമ്മളെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ആ അപകട ഘട്ടങ്ങളെയും കൂടി തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ശക്തികളാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് മെഡിറ്റേഷൻ നമ്മുടെ ഈ ആന്തരിക ശക്തികളെ ഉണർത്തിത്തരുന്നതിനാൽ സമയത്ത് ഈ ശക്തികളെ നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തി നമുക്ക് ജീവിതത്തിൽ വരുന്ന ഓരോ പരിതസ്ഥിതികളിലും നമുക്ക് വിജയം നേടാൻ കഴിയും. അപ്പം അതുകൊണ്ട് മെഡിറ്റേഷൻ നമ്മുടെ ശീലമാക്കി മാറ്റണം, അതായത് ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണം. അല്ലാതെ ഇങ്ങനെ വിചാരിക്കരുത്, ഇതൊക്കെ ആർക്കാ സമയം ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഭക്ഷണം കഴിക്കാൻ എവിടെയാ സമയം, എനിക്ക് ഓട്ടത്തിനിടയിൽ ഇതിനൊന്നും സമയമില്ല? അങ്ങനെ നമ്മൾ ചിന്തിക്കില്ലല്ലോ. എത്ര തിരക്കാണെങ്കിലും സമയത്ത് ഭക്ഷണം കഴിക്കും. കാരണം എന്താ, നമുക്കറിയാം ഭക്ഷണം കഴിച്ചാലേ ശരീരം ഹെൽത്തി ആയിരിക്കുള്ളൂ. ശരീരത്തിന് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ മനസ്സ് ഹെൽത്തി ആയിരുന്നാലേ, ആത്മാവിന് ബലം ഉണ്ടെങ്കിലേ നമുക്ക് ഈ വണ്ടിയെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ കൊടുക്കണം. ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണമാണ് ശ്രേഷ്ഠ വിചാരങ്ങൾ, ശുഭവിചാരങ്ങൾ. അപ്പം അതുകൊണ്ട് ഈശ്വരീയ ജ്ഞാനം അതും ശ്രേഷ്ഠ വിചാരങ്ങളുടെ കലവറയാണ്. അതേപോലെ മെഡിറ്റേഷനും പോസിറ്റീവ്, പ്യുവർ ആൻഡ് പവർഫുൾ തോട്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ വിചാരങ്ങളുടെ ധാര ഒഴുക്കുക. ആ വിചാരധാരയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ. ഇത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ചെറിയ കുഞ്ഞിൽ നിന്ന് ആരംഭിച്ച് നമുക്ക് എല്ലാവർക്കും ഫാമിലിയിൽ എത്ര പേരുണ്ടോ, നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന്റെ ഏതവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, അത് യുവാക്കളാകട്ടെ, ചെറിയ കുട്ടികളാകട്ടെ, പ്രായമാകുന്നവരാകട്ടെ, എത്ര കൂടുതൽ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവരാകട്ടെ, ഏത് പ്രൊഫഷനുൾ ഉള്ളവരായിക്കോട്ടെ, നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് അവരവരുടേതായ ഫീൽഡിനെ മാനേജ് ചെയ്തു പോകാൻ നമുക്ക് നമ്മുടെ ആന്തരിക ബലം വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ആന്തരിക ശക്തിയെ എമർജ് ചെയ്യാനാണ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്.